Hey guys, I'm here today at Niendorf Gehege, right in the middle of Idle State in Hamburg. ഏകദേശം 150 ഹെക്ടറിൽ പരന്നു കിടക്കുന്ന ഈ വനം സിറ്റിക്കുള്ളിലെ ഒരു പച്ചത്തുരുത്താണ്. നല്ല തണുപ്പുണ്ടെങ്കിലും ഇവിടുത്തെ മരങ്ങളും നടപ്പാതകളും കാണാൻ എന്ത് രസമാണെന്ന് നോക്കൂ. ഇവിടുത്തെ മരങ്ങൾക്കിടയിലൂടെയുള്ള ഈ നടത്തം ശരിക്കും ശാന്തത നൽകുന്ന ഒന്നാണ്. ഇവിടെ കാണുന്ന പല ഓക്ക് ബീച്ച് മരങ്ങൾക്കും ഏകദേശം 200 വർഷത്തിലധികം പഴക്കമുണ്ട്. പണ്ട് ഇതൊരു സ്വകാര്യ വനമായിരുന്നു. എന്നാൽ 1950കളിൽ ഹാംബർഗ് നഗരം ഇത് ഏറ്റെടുത്ത് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഇനി നമുക്കിവിടുത്തെ പ്രധാനികളായ മാനുകളെ കാണാം. ഇവ ഫാലോ ഡിയർ എന്ന ഇനത്തിൽപ്പെട്ടവയാണ്. സാധാരണയായി ഇവരുടെ ശരീരത്തിൽ കാണുന്ന വെളുത്ത പുള്ളികളാണ് ഇവയെ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. ഏകദേശം 6 ഹെക്ടർ വരുന്ന വലിയൊരു ഭാഗത്താണ് ഇവയെ സംരക്ഷിച്ചിരിക്കുന്നത്. മനുഷ്യരുമായി ഇവ പെട്ടെന്ന് ഇണങ്ങുമെങ്കിലും നമ്മൾ അവയെ ശല്യപ്പെടുത്താതെ ഇരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടുത്തെ മാനുകൾക്ക് പല നിറങ്ങളാണ്. ചിലത് തവിട്ടും, ചിലത് കറുപ്പും, ചിലത് പുള്ളിയുള്ളവയും. ഇത് പ്രധാനമായും 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന് ജനിതകമായ കാരണങ്ങൾ കൊണ്ടും, രണ്ടാമത്തെ കാരണം കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള മാറ്റങ്ങളാണ്. വേനൽക്കാലത്ത് വെളുത്ത പുള്ളികളുള്ള ചുവപ്പ് കലർന്ന തവിട്ടു നിറമാണെങ്കിൽ ശീതകാലത്ത് തണുപ്പിനെ പ്രതിരോധിക്കാനും കാട്ടിൽ ഒളിച്ചിരിക്കാനും വേണ്ടി ഇവരുടെ നിറം ഇരുണ്ട തവിട്ടോ ചാരനിറമായി മാറുന്നു. ഈ സ്ഥലത്തിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഇതൊരു കാലത്ത് വിനോദത്തിനു വേണ്ടി നായാട്ട് നടത്തിയിരുന്ന ഒരു വനമായിരുന്നു. എന്നാൽ ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളെയും ജീവികളെയും സംരക്ഷിക്കുന്ന ഒരു ലാൻഡ്സ്കേപ്പ് പ്രൊട്ടക്ഷൻ ഏരിയ ആയി ഇത് മാറിയിരിക്കുന്നു. സിറ്റിക്കുള്ളിൽ തന്നെ ഇത്രയും വലിയൊരു വനമുണ്ടെന്നുള്ളത് പലർക്കും ഒരു പുതിയ അറിവായിരിക്കും. ഇവിടെ വരുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും മാനുകളെ ഇത്രയും അടുത്ത് കാണാൻ സാധിക്കുന്നു. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു കുട്ടി മാനിന് ഭക്ഷണം നൽകുന്നത് നോക്കൂ. അത് എത്രത്തോളം ആസ്വദിച്ചാണ് കഴിക്കുന്നത്. മനുഷ്യരുമായി വളരെ വേഗം ഇണങ്ങുന്ന സ്വഭാവമാണ് ഈ ഫാലോ ഡിയറുകൾക്കുള്ളത്. നിങ്ങൾ ഈ വഴിയിലൂടെ നടക്കുമ്പോൾ തന്നെ കാണാം കുറേ മാനുകൾ നടപ്പാതയ്ക്കരികിൽ തന്നെ നിൽക്കുന്നത്. കാരണം ഇതുവഴി വരുന്ന ആളുകളെല്ലാം ഇവർക്ക് ഭക്ഷണം കൊടുക്കുമെന്ന് ഇവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവരിവിടെ നോക്കി ഇങ്ങനെ നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലെ പുള്ളിമാനുകളെ അപേക്ഷിച്ച് നോക്കിയാൽ ഈ ഫാലോ ഡിയറുകൾക്ക് വലിപ്പം അല്പം കൂടുതലാണ്. പ്രത്യേകിച്ച് ഇവയുടെ പരന്ന ആകൃതിയിലുള്ള കൊമ്പുകളും കരുത്തുറ്റ ശരീരപ്രകൃതവും ഇവയെ വേറിട്ട് നിർത്തുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ചെറിയ വ്ലോഗ്. മാൻകൂട്ടങ്ങളും ഈ തണുപ്പിലെ കാടിൻ്റെ ഭംഗിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.